ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം എന്നതാണ് വാർത്ത. നാരായൺഗഞ്ചിൽ ക്ഷേത്രത്തിൽ പൂജയ്ക്കിടെ ആക്രമണം നടന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. നമുക്കറിയാം, അവിടെ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിന് ശേഷം അവിടെ ഹിന്ദു വേട്ട, അക്ഷരാർത്ഥത്തിൽ ഹിന്ദു വേട്ട തന്നെയാണ് അവിടെ നടക്കുന്നത്. ഹിന്ദു മതത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കുന്ന, പുരുഷന്മാരെ മർദ്ദിക്കുന്ന, കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആ വാർത്തയിലേക്ക് പോകാം. ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകളും ഭരണകൂടവും ഒരുപോലെ വേട്ടയാടുകയാണെന്ന പരാതിയാണ് ഹിന്ദുക്കളുടേത്. നാരായൺഗഞ്ചിൽ ക്ഷേത്രത്തിലെ പൂജയ്ക്കിടെ ആക്രമണം നടത്തിയത് BNP നേതാവെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. എന്നാൽ മനോരോഗിയാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. ബംഗ്ലാദേശ് ഭരണകൂടം ഇസ്ലാമിസ്റ്റുകൾക്ക് കീഴടങ്ങിയെന്നും ജിഹാദി നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. ഭരണകക്ഷി ജമാഅത്തെ ഇസ്ലാമിയോട് പുലർത്തുന്ന ഭയഭക്തി ബഹുമാനം ഹിന്ദുക്കൾക്കെതിരായ നടപടികളിൽ ദൃശ്യമാണെന്നും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. അതേസമയം 16 വയസ്സുള്ള ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. മുസാമിയ എന്നയാൾക്കെതിരെയാണ് പരാതി. ഗായ്ബന്ധയിലെ ശ്രീരാമ വിഗ്രഹ നിർമ്മാണം തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചത് മുതൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധത്തിലാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വേട്ടയാടാൻ ഒത്താശ ചെയ്യുന്നത് ഭരണകൂടമാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിച്ചു. ജനം, ഡൽഹി.